ഗുരുവായൂരപ്പനെ കണ്ടു വണങ്ങിയ ശേഷം പുന്നത്തൂർ കോട്ട കൂടി കണ്ടേക്കാം എന്ന് കരുതി ഇവിടെ എത്തിയിട്ടുള്ള ഭക്തർക്കും ആനപ്രേമികൾക്കും സ്വാഗതം പറഞ്ഞു നിൽക്കുകയാണ് ഇവരെല്ലാം. ഒരിക്കൽ വന്നു മടങ്ങിയവരാണ് ഇവിടെ പിന്നീട് വീണ്ടും വീണ്ടും വരുന്നത്. അതൊരു പ്രലോഭനം കൂടിയാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ ഒരു നല്ല ഭക്ഷണം കഴിച്ച ഹോട്ടൽ കാണുകയാണെങ്കിൽ അവിടെ കയറി പഴയ ഓർമ്മ പുതുക്കണം എന്നൊക്കെ തോന്നാറില്ലേ? അതുപോലുള്ള ഒരു അനുഭവമാണ് പലർക്കും ഒരിക്കൽ കൂടിയുള്ള ഇവിടേക്ക് നടത്തുന്ന തീർത്ഥാടനം. തദ്ദേശീയരും അന്യദേശക്കാരുമായി 63 ആനകളാണ് ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു പോരുന്നത്. വിശാലമായ പറമ്പിൽ ആവശ്യത്തിന് മേഞ്ഞു നടന്ന് ഇവർ വിശ്രമിക്കുന്ന കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ വിദേശികളും ധാരാളം. തീറ്റപ്രേമികളായ ആനകൾക്ക് സ്പെഷ്യൽ വിഭവങ്ങളുമായി വരുന്ന ഭക്തരും ഇക്കൂട്ടത്തിലുണ്ട്. ചിലർക്ക് സംഗതികളെല്ലാം ഇഷ്ടമാണെങ്കിലും അടുത്ത് ചെല്ലുന്നത് പഥ്യമല്ല. മറ്റു ചിലർക്ക് എത്ര അടുത്ത് വേണമെങ്കിലും നിന്നോളൂ, ഇഷ്ടമാണെങ്കിൽ പുറത്തും കയറിക്കോളൂ എന്ന മട്ടാണ്. മതപ്പാട് കാലം പിന്നിടുന്നവരും കോളിൽ തളയ്ക്കപ്പെട്ടവരും ചില ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവരുമായി പലരും ക്യാമറ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ശങ്കരനാരായണൻ, മിതത്വം ജീവിതവ്രതമാക്കിയ സഹ്യപുത്രൻ. ഇത് ഗുരുവായൂർ ദേവസ്വം ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ആനയാണ്. ഉദ്ദേശം ഒരു 38 വയസ്സ് പ്രായം ഉണ്ടായിരിക്കും. ഇതിന് നാടൻ ആനയാണ്, ബീഹാറിയൊന്നുമല്ല. നാടൻ ആനകളിൽ നല്ലൊരു ആനക്കുട്ടിയാണ്. നല്ല വീണെടുത്ത കൊമ്പ്, അത്യാവശ്യം നല്ല ചെവികൾ, കൈ ആവശ്യത്തിനുണ്ട്. അതുമാതിരി നഖം കുറ്റങ്ങളൊന്നുമില്ല, വെളുത്ത നഖം. അതിൽ ചെറിയ ഒരു ബ്ലാക്ക് മാർക്കുണ്ട്. എന്നാലും കൂടിയിട്ട് ദോഷം പറയാൻ വയ്യ. അങ്ങനെ നല്ലൊരു ആനക്കുട്ടിയാണത്. ഇപ്പോൾ വന്നിട്ടൊരു 10-15 വർഷമായി കാണും ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റേതായിട്ട്. ഇപ്പോൾ 38 വയസ്സുള്ള ശങ്കരനാരായണൻ ദക്ഷിണദേശക്കാരനാണ്. മൈസൂർ അതിർത്തിയിലെ വനമേഖലയിലാണ് ഇവൻ്റെ ജനനം. വ്യവസായിയായ PS രാജഗോപാലനാണ് ഇവനെ 1994 സെപ്റ്റംബർ 15-ാം തീയതി ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത്. അന്നിവന് 19 വയസ്സ്. ടീനേജിൻ്റെ പ്രസരിപ്പോടെ കണ്ണൻ്റെ മുന്നിൽ വന്ന ഇവനെ കാണാൻ അന്ന് ധാരാളം ഭക്തജനങ്ങൾ തടിച്ചുകൂടി. എല്ലാവരെയും കുട്ടിക്കുറുമ്പ് കാണിച്ച് വശത്താക്കിയ ശേഷം പുന്നത്തൂർ കോട്ടയിലേക്ക് ഇവനെ വലതുകാൽ വെച്ച് കയറ്റിയത് KN ബൈജു എന്ന ചട്ടക്കാരനായിരുന്നു. കൂപ്പിലെ പണിയും ചില്ലറ ഉത്സവങ്ങളുമൊക്കെയായി കഴിഞ്ഞിരുന്ന ശങ്കരനാരായണന് പുന്നത്തൂർ കോട്ട ആദ്യ ദർശനത്തിൽ തന്നെ നന്നെ ബോധിച്ചു. എന്നേ ഇവിടെ എത്തിച്ചേരേണ്ടവനാണ് താൻ എന്ന് തോന്നുകയും ചെയ്തു. നടക്കിരുത്തിയ കാലം മുതൽ അമ്പലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കും ശങ്കരനാരായണൻ മുന്നിലുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തേണ്ട അവസ്ഥ ഇവൻ സൃഷ്ടിച്ചിട്ടില്ല. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ശങ്കരനാരായണനുണ്ട്. ഒറ്റച്ചട്ടമെന്ന വാശിയൊന്നുമില്ല. രണ്ടാം പാപ്പാനും മറ്റുള്ള ചട്ടക്കാർക്കുമെല്ലാം വളരെ സുഖമായി ഇവനെ അഴിച്ചുകെട്ടാം. പുന്നത്തൂർ കോട്ടയിൽ എത്തിയ ശേഷം ബൈജുവിനെ കൂടാതെ നടരാജൻ, ഗോപിനാഥക്കുറുപ്പ്, ഗുരുവായൂർ കൃഷ്ണൻകുട്ടി, അച്യുതൻ എന്നിങ്ങനെ ഒന്നിലേറെ ചട്ടക്കാർക്ക് കീഴിൽ അനുസരണയോടെ ഇവൻ നിന്നിട്ടുണ്ട്. കുഴപ്പക്കാർക്ക് നൽകുന്ന ശിക്ഷയൊന്നും ശങ്കരനാരായണന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാഴ്ചയിൽ ഇവനുള്ള ഗാംഭീര്യം പുറത്തു കാണിക്കുന്ന പ്രകൃതക്കാരനല്ല ചങ്ങാതി. അതിൻ്റെ ആവശ്യമെന്ത് എന്ന് ചോദിക്കുന്ന ഗണത്തിലാണ് ഇവൻ്റെ സ്ഥാനം. തികച്ചും ശാന്ത സ്വഭാവി, കണ്ണൻ്റെ പ്രിയപ്പെട്ടവൻ.